തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്ത് വോട്ടർമാരുടെ വ്യക്തി വിവരങ്ങൾ ശേഖരിക്കുന്ന പ്രചാരണ പരിപാടികൾ പാടില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും നിർദ്ദിഷ്ട ഗുണഭോക്തൃ പദ്ധതികൾക്കായി സർവേയുടെ മറവിൽ വോട്ടർമാരുടെ വിശദാംശങ്ങൾ തേടുന്നത് നിയമവിരുദ്ധമെന്ന് കമ്മീഷൻ അറിയിച്ചു. തെരഞ്ഞെടുപ്പിന് ശേഷം ഇത്തരത്തിൽ വോട്ടർമാരുടെ വ്യക്തി വിവരങ്ങൾ ശേഖരിക്കുന്ന ഗ്യാരണ്ടി കാർഡ് കോൺഗ്രസ് നേരത്തെ പുറത്തിറക്കിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ഒരിക്കൽ കൂടി ചേർന്നുണ്ട്. ജിഷ്ണു, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ ഒരു നിർദ്ദേശത്തെ നമുക്ക് എങ്ങനെ വിലയിരുത്താം? വിഷ്ണു, തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട നിർണായകമായൊരു നിർദ്ദേശമാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ളത്. അതായത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും സ്ഥാനാർത്ഥികളോടുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആനുകൂല്യ പദ്ധതികളുടെ വിവരങ്ങൾ കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ ആനുകൂല്യ പദ്ധതികൾക്ക് വേണ്ടി വോട്ടർമാരുടെ വ്യക്തിഗത വിവരങ്ങൾ ശേഖരിക്കുന്നത് തെറ്റാണ് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. യാതൊരു കാരണവശാലും തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആനുകൂല്യ പദ്ധതികളുടെ പേരിൽ സർവേ നടത്തിക്കൊണ്ട് വോട്ടർമാരുടെ വ്യക്തി വിവരങ്ങൾ ശേഖരിക്കരുത്. അത് ജനപ്രാതിനിധ്യ നിയമപ്രകാരം തെറ്റാണ് എന്നുള്ളതാണ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഇക്കാര്യങ്ങൾ, അല്ലെങ്കിൽ അത്തരത്തിൽ വിവരങ്ങൾ ശേഖരിക്കുന്നതും പട്ടിക തയ്യാറാക്കുന്നതും വോട്ടർമാരെ അനധികൃതമായി സ്വാധീനിക്കുന്നതിന് തുല്യമാണ്. അത് പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമാണ് എന്നുള്ളതാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് രാജ്യത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ ചൂടുപിടിക്കുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും സ്ഥാനാർത്ഥികളോടുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ളത് അത്തരത്തിലുള്ള വോട്ടർമാരുടെ വ്യക്തി വിവരങ്ങൾ ശേഖരിക്കുന്ന സർവേകൾ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആനുകൂല്യ പദ്ധതികളുടെ പേരിൽ വോട്ടർമാരുടെ വ്യക്തിഗത വിവരങ്ങൾ ശേഖരിക്കരുത് എന്നുള്ളതാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. നേരത്തെ കോൺഗ്രസിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അധികാരത്തിൽ വന്നാലുള്ള ആനുകൂല്യ പദ്ധതികൾ കാണിച്ചുകൊണ്ട് അതിന് ഒരു പ്രോഗ്രസ് കാർഡ്, അല്ലെങ്കിൽ ഒരു ഗ്യാരണ്ടി കാർഡ് പുറത്തിറക്കി വോട്ടർമാരുടെ വ്യക്തി വിവരങ്ങൾ ശേഖരിക്കുന്നതിന് കോൺഗ്രസ് പരസ്യം ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തെറ്റാണ്, നിയമവിരുദ്ധമാണ് എന്നുള്ളതാണ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. വിഷ്ണു, വ്യക്തമാണ്. ജിഷ്ണു കൃഷ്ണനാണ് വിശദമായ റിപ്പോർട്ടുകൾ ഡൽഹിയിൽ നിന്നും പങ്കുവച്ചത്.